മോദിയുടെ മൂന്നാം മന്ത്രിസഭയുടെ ആദ്യത്തെ സമ്മേളനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ സത്യപ്രതിജ്ഞകൾ വരിവരിയായി നടക്കുമ്പോഴും ചർച്ചയ്ക്കും വിവാദത്തിനും വിശദീകരണത്തിനുമുള്ള സംഗതികളും കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. മുൻപ് അയോഗ്യരായി പുറത്തു പോകേണ്ടി വന്ന മഹുവ മൊയ്ത്രയും രാഹുൽ ഗാന്ധിയും മുൻനിരയിൽ തന്നെ ഇടം പിടിച്ച ഒരു സെഷനാണിതെന്നും പറയാതെ വയ്യ. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് എല്ലാവരും സ്പീക്കറിന് ഷേക്കാൻഡ് നൽകി മടങ്ങി പോകുമ്പോൾ രാഹുൽ ഗാന്ധി കൂടെ നിൽക്കുന്ന ജീവനക്കാരന് കൂടി ഷേക്കാൻഡ് നൽകി കൈ ഉയർത്തി കാണിച്ച് സംസാരിച്ചിട്ട് പോകുന്ന വീഡിയോ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമാണോ കൂട്ടത്തിൽ വൈറലായതെന്ന്. അല്ല, മറിച്ച് പല എംപിമാരുടെയും വീഡിയോകൾ വൈറലാകുന്നുണ്ട്. അത് ചർച്ചകൾക്കും വഴിവെക്കുന്നുണ്ട്. ലോക്സഭാ സത്യപ്രതിജ്ഞയിൽ ജയ് ഭാരത് മാത എന്ന് മാത്രം പറഞ്ഞ് സത്യപ്രതിജ്ഞ ചൊല്ലിയ BJP എംപിമാരോട് ജയ് ശ്രീറാം വിളിക്കുന്നില്ല എന്ന പരിഹാസവുമായി ഉത്തർപ്രദേശിലെ SP എംപിമാർ എത്തിയിരുന്നു. ചോദ്യത്തിന് മറുപടി പറയാതെ സത്യപ്രതിജ്ഞ ചൊല്ലി തീർക്കുകയായിരുന്നു BJP എംപിമാർ. എന്നാൽ ജയ് ശ്രീറാം വിളിച്ച ചില എംപിമാർക്കുള്ള മറുപടിയായി അയോധ്യയിലെ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച SP നേതാവ് അവധേഷ് പ്രസാദ് എഴുന്നേറ്റ് നിന്ന് കൈവീശി അഭിവാദ്യം ചെയ്തു. ഇത് ലോക്സഭയിൽ ചിരിപടർത്തിയ ഒരു സന്ദർഭമായിരുന്നു. മീററ്റ് BJP MP ആയ നടൻ അരുൺ കോവിൽ സത്യപ്രതിജ്ഞ ചെയ്തത് സംസ്കൃതത്തിലായിരുന്നു. അദ്ദേഹം പ്രതിജ്ഞയ്ക്ക് അവസാനം ജയ് ശ്രീറാം വിളിച്ചപ്പോൾ രാധേ രാധേ എന്ന് ചൊല്ലിയായിരുന്നു ഹേമമാലിനിയുടെ സത്യപ്രതിജ്ഞ. റീനീറ്റ് എന്ന് എഴുതിയ ടീഷർട്ട് ഇട്ടായിരുന്നു MP പപ്പു യാദവ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. റീനീറ്റ്, സ്പെഷ്യൽ സ്റ്റാറ്റസ് ഫോർ ബീഹാർ, സംവിധാൻ സിന്ദാബാദ് എന്നീ വാചകങ്ങൾ ചൊല്ലിയാണ് സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത്. അസദുദ്ദീൻ ഒവൈസി പ്രതിജ്ഞയ്ക്കൊടുവിൽ ജയ് ഹിന്ദിന് പകരം ജയ് പലസ്തീൻ എന്ന് പറഞ്ഞതും ഛത്രപാൽ സിംഗ് പ്രതിജ്ഞയ്ക്കൊടുവിൽ ജയ് ഹിന്ദു രാഷ്ട്ര ജയ് ഭാരത് എന്ന് പറഞ്ഞതും വിവാദമായിട്ടുണ്ട്. पद को मैं ग्रहण करने वाला हूँ, उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूँगा. जय हिंदू राष्ट्र, जय भारत. जय भीम, जय मीम, जय तेलंगाना, जय फलस्तीन, तकबीर, अल्लाहु अकबर. ഈ നടപടികളെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നിരുന്നു. ഭരണഘടന പാലിക്കുമെന്ന് പറയുന്ന സത്യപ്രതിജ്ഞ വേളയിൽ പോലും ഇത്രയും വലിയ ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയ ഛത്രപാലിനെയും അസദുദ്ദീൻ ഒവൈസിയെയും പ്രതിപക്ഷം രൂക്ഷമായി തന്നെ വിമർശിച്ചു. നമ്മുടെ എംപിമാരെ ചുമ്മാതിരിക്കാനല്ലോ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഭരണഘടനയിലെ 99-ാം വകുപ്പിനനുസരിച്ച് 3-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രതിജ്ഞ മാത്രമാണ് ചൊല്ലേണ്ടതെന്ന് MP പ്രേമചന്ദ്രൻ ആവശ്യമുന്നയിച്ചു. മാത്രമല്ല, ഇവരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുവെങ്കിലും പ്രതിജ്ഞയിൽ ഇല്ലാത്ത വാചകങ്ങൾ രേഖയിൽ നിന്ന് നീക്കുമെന്നായിരുന്നു പ്രോടൈം സ്പീക്കറുടെ മറുപടി. കൂട്ടത്തിൽ എടുത്തു പറയേണ്ട മറ്റു ചില പ്രതിജ്ഞാവാചകങ്ങൾ കൂടിയുണ്ട്. നഗീനയിൽ നിന്നും ജയിച്ച ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദ് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ജയ് ഭീം എന്നൊക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സത്യപ്രതിജ്ഞ ചൊല്ലിയത്. ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും ആദിവാസികൾക്കും എതിരെ നടക്കുന്ന ലജ്ജാകരമായ അതിക്രമങ്ങളെ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻ IAS ഉദ്യോഗസ്ഥനും MP-യുമായ ശശികാന്ത് സെന്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയത്. പിന്നെ ഇത് പറയുമ്പോൾ ജയ് ഹിന്ദ് പറയാതെ പോയ മറ്റു ചിലരെ കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഇവരുടെയൊക്കെ വീഡിയോ വൈറലായതുകൊണ്ടാകാം ഇതും ഏറെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതുൽ ഖാർഗിന്റെ സത്യപ്രതിജ്ഞയ്ക്കൊടുവിൽ ജയ് ഹിന്ദിന് പകരം അദ്ദേഹം ജയ് വിളിച്ചത് മറ്റു ചിലർക്കായിരുന്നു. श्यामा प्रसाद मुखर्जी जिंदाबाद, दीनदयाल उपाध्याय जिंदाबाद, अटल बिहारी वाजपेयी जिंदाबाद, नरेंद्र मोदी जिंदाबाद, डॉक्टर हेडगेवार जिंदाबाद. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പ്രോടൈം സ്പീക്കർ സ്ഥാനത്തേക്ക് മറ്റൊരു മത്സരം കൂടി ഇത്തവണ നടക്കും. പ്രതിപക്ഷ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും NDA സ്ഥാനാർത്ഥി ഓം ബിർളയുമായിരിക്കും മത്സരം നടക്കുക. തുടക്കം ഗംഭീരമായി അംഗം കുറിച്ച സ്ഥിതിക്ക് വരും നാളുകളിൽ പൊടിപൂരം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് കാണാം, കണ്ടുമുട്ടാം മറ്റൊരു അംഗത്തട്ടിലേക്ക്.